പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. നിന്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ദൈവവേദനെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ യാത്ര, നിന്റെ ചിന്തകൾ, നിന്റെ ആലോചനകൾ, നീ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവവേദനെ കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ. നീ ആരെ കോണ്ടാക്ട് ചെയ്യുന്നുവോ, ആരോട് ഫോണിൽ സംസാരിക്കുന്നുവോ, എവിടെ കൂടി നീ സഞ്ചരിക്കുന്നുവോ, എന്തിനു വേണ്ടി സഞ്ചരിക്കുന്നുവോ, നിൻ്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവിനെ നയിക്കുക. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മളിന്ന് നോക്കാൻ പോകുന്ന വചനം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 11-ാമത്തെ വാക്യമാണ്. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങൾക്ക് തരണമേ. ഓക്കെ, എനിക്ക് ഈ ദിവസങ്ങളിൽ വന്ന ഞാൻ എൻ്റെ ധ്യാനത്തിൻ്റെ സ്വകാര്യ ധ്യാനത്തിൽ എൻ്റെ മനസ്സിൽ വന്ന ഒരു വിഷയം എന്താ അറിയാമോ? ഈ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഓരോ വരികൾക്കുണ്ടല്ല മാർക്കിടുകയാണെങ്കിൽ ഇന്ന പ്രാർത്ഥനയ്ക്ക് ഇന്ന മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും മാർക്ക് കുറവ് ഈ ഒരു പ്രാർത്ഥനയ്ക്കായിരിക്കും. എന്താണ്? അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ആൾക്കാർ പക്ഷേ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രാർത്ഥിക്കുന്നത് ആ ഒരു ഭാഗമാണ്. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്നുള്ളതിന് ഇപ്പം 2 മാർക്കാണ് വിചാരിച്ചോ. അപ്പം ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ രക്ഷിക്കണമേ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണമെങ്കിൽ അതിനൊരു 6 മാർക്ക് വരും. ഇതിന് ഭയങ്കര വേരിയേഷൻ ഉണ്ട്. ഇങ്ങനെ നമ്മൾ ആ വിഷയത്തിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ചുണ്ട് ഇതിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. അന്ന് വേണ്ട ആഹാരത്തിൻ്റെ മാർക്ക് എന്ന് 2 മാർക്ക് ഞാൻ ഇടണമെന്നറിയാമോ? അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വേണ്ട ആഹാരം ഓൾറെഡി ജനറ്റിക്കൽ ബ്ലെസ്സിൻ്റെ പാക്കേജിലുള്ളതാണ്. ജനറ്റിക്കൽ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് എന്താണ്? കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന് ബ്ലെസ്സിങ് കൊടുത്തത്. എന്താ കൊടുത്തത്? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യം.
ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു. സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ. പെരുകുവിൻ. ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. അപ്പൊ ഈ ആഹാരം ഇല്ലാതെ കീഴടക്കാൻ പറ്റുക? ആഹാരം ഇല്ലാതെ പെരുകാൻ പറ്റുക? ആഹാരം ഇല്ലാതെ വളരാൻ പറ്റുക? അപ്പോൾ ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. ആ ഫസ്റ്റ് ബ്ലെസ്സിങ്സ് ഇല്ലേ, ജനറൽ ബ്ലെസ്സിങ്സ്, ജനറ്റിക് ബ്ലെസ്സിങ്സ്, ഇതിൽ ഓരോ മനുഷ്യൻ്റെ ആഹാരം പറഞ്ഞിട്ടുണ്ട്. ഇതിന് വേറെ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്. അതിന് വേണ്ട ആഹാരം എന്ന് പറയുമ്പോൾ ഈശോ പറയുന്നില്ലേ, നിങ്ങൾ അറിയാത്ത ആഹാരം എനിക്കുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ആഹാരം. യോഹന്നാൻ 4:32. അവൻ പറഞ്ഞു നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. യോഹന്നാൻ 4:34. യേശു പറഞ്ഞു എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം, എൻ്റെ ആഹാരം, എൻ്റെ ഭക്ഷണം. അയച്ചതിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കുകയാണ് എൻ്റെ ആഹാരം. അപ്പം അതിൻ്റെ ചില സമയത്ത് നമുക്ക് വിളമ്പട ഭക്ഷിക്കേണ്ടി വരും. ലൂക്ക 10:8. ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. അത് നിസ്സാരമല്ല. നമ്മൾ ഇതൊന്നും ഫിസിക്കലല്ല. ഫിസിക്കൽ എന്നതിനേക്കാൾ ഉപരി അതിൻ്റെ അകത്ത് സ്പിരിച്വൽ കൊണോട്ടേഷൻസ് ഉണ്ട്. എന്താ കാര്യം? നമുക്കൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ നിന്ന് വിളമ്പി കിട്ടണ ചിലപ്പോൾ നമുക്ക് അപമാനം വിളമ്പി കിട്ടും, ചിലപ്പോൾ അവഗണന വിളമ്പി കിട്ടും, ചിലപ്പോൾ നമുക്ക് അംഗീകരിക്കാത്ത അവസ്ഥകൾ വരും, ചിലപ്പോൾ അവർ ഒഴിവാക്കും. അത് നമ്മൾ ദൈവനാമത്തെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അന്നു വേണ്ട ആഹാരം പോലെ പോകുന്നത്. ഈ ആഹാരം കഴിച്ചാണ് ആത്മാവ് വളരണത്, കൃപയിൽ വളരണത്. അതുകൊണ്ടാണ് അറിയാത്ത ആഹാരമുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ആഹാരം എന്ന് പറയുമ്പോൾ പിതാവിൻ്റെ ഇഷ്ടം എന്താണ് അത് ഈശോ നിറവേറ്റുമ്പോൾ കർത്താവിനത് ആഹാരമായിട്ട് ഫലം ചെയ്യും. അത് ഒരു വശമാണ്. ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞ അതല്ല. ആദ്യം പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയിൽ അന്നു വേണ്ട ആഹാരം എന്ന് പറയുമ്പോൾ അന്നു വേണ്ട ആഹാരത്തിന് ഫിസിക്കലായിട്ട് ഭൗതികമായി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ജനറ്റിക് ബ്ലെസ്സിങ് തന്നെ. ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ സന്താനപുഷ്ടിയോടെ പെരുകി വർദ്ധിക്കാൻ പറഞ്ഞപ്പോഴും അതിന് വേണ്ട ആഹാരം അത് ആ പാക്കേജിലുള്ളതാണ്. അതുകൊണ്ട് ഞാൻ 2 മാർക്ക് മാത്രം കൊടുക്കണം അതിന്. പക്ഷേ അതിൻ്റെ അകത്ത് 8 മാർക്ക് കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്. എന്താണ് കാര്യം? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ അങ്ങനെ ക്ഷമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഭയങ്കര പ്രയാസമല്ലേ. പക്ഷെ അങ്ങനെ നമ്മളോട് തെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ക്ഷമിക്കാൻ വേണ്ടി നമ്മൾ ദൈവസ്നേഹത്തിൽ നിറയണം. കർത്താവിൻ്റെ നമുക്കൊന്നുമില്ല, നെറ്റ് റിസൾട്ട് നമുക്ക് ലാഭമൊന്നുമില്ല, നമുക്ക് നഷ്ടമാണ് ഉണ്ടാകുന്നത്. അപ്പം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ വചനം പാലിക്കേണ്ടി വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ശരിക്കും പറഞ്ഞാൽ അതിനു വേണ്ടി അത് നമ്മൾ അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ എന്നുള്ള വാക്കിന് വേണ്ടി ഉപയോഗിക്കണതാണ് ശരിക്കും പറഞ്ഞാൽ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥനയില്ലേ, അതിനകത്ത് അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് നിറവേറണമെന്നില്ലേ. അപ്പം ആ വാക്കെല്ലാം സാർത്ഥകമാക്കുന്നതാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ 2ാം പകുതി. എന്താണ്? ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ രക്ഷിക്കണമേ എന്ന്. അപ്പോൾ പ്രലോഭനം എന്ന് പറയുമ്പോൾ ദൈവത്തിന് അകന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഭൗതിക ആനുകൂല്യങ്ങളും ദൈവത്തിൻ്റെ കൽപ്പനകളും മറന്ന് നമ്മൾ ദൈവവചനത്തെ ധിക്കരിച്ചുകൊണ്ട് നേടുന്ന ഭൗതിക മേൽക്കോയ്മകളാണ്, ആനുകൂല്യങ്ങളാണ്. അതിൽ ഉൾപ്പെടുത്താതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ദൈവവചനങ്ങൾ നമ്മൾ പാലിക്കേണ്ടി വരും. അത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതം, അത് ദൈവത്തിൻ്റെ നാമത്തെ പൂജിതമാക്കും, ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തും. ശരിക്കും പറഞ്ഞാൽ ഈ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ആദ്യ പകുതിയിൽ ചെയ്യേണ്ട കാര്യം
നമ്മൾ അത് ഒക്കലായിട്ട് ചെയ്യണം നല്ലത്. സ്വർഗസ്ഥനായ പിതാവിന് 2-ാം പകുതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള കൃപ ലഭിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും. നമ്മുടെ പ്രവർത്തനങ്ങൾ വഴി ദൈവനാമം മഹത്വപ്പെടുകയും ദൈവനാമം പൂജിതമാകുകയും ചെയ്യും. അപ്പോഴേ എപ്പോഴും വരുന്ന വിഷയം എന്ന് പറയുന്നത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്നുള്ളതിന് 8 മാർക്കാണെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ആദ്യം കണ്ട തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ, ഞങ്ങളുടെ കടക്കാർ ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടക ഞങ്ങളോട് ക്ഷമിക്കണമേ. അപ്പോൾ അതിനൊക്കെ 6 മാർക്കുണ്ട്. അത് 6 മാർക്കും പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തി തിരുവൻ രക്ഷിക്കുന്നതിന് 8 മാർക്കുമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ മാർക്ക് കൂടുതൽ കിട്ടുന്ന കാര്യങ്ങൾ ആ ചോദ്യങ്ങൾക്ക് ആദ്യം ഉത്തരം കണ്ടുപിടിച്ചാൽ ഈസി ആയിട്ട് ഈ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വിശ്വാസത്തിൽ റോമൻ 4:20 അനുസരിച്ച് വളരാൻ പറ്റും. ഓക്കെ അല്ലേ? വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. എന്തുകൊണ്ടാണ് ഞാൻ ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമായ ഈ അനുതാപത്തെക്കുറിച്ച് പറയാൻ, അനുരഞ്ജനത്തെക്കുറിച്ച് പറയാൻ കാര്യം, ഈ അനുതാപമാണ് ഇതിനകത്ത് ടൈം ഷോർട്ടൻ ചെയ്യുന്ന കണ്ടൻറ്റ്. മനസ്സിലായില്ലേ? സമയ ചുരുക്കത്തിൻ്റെ കണ്ടൻറ്റ്, അതിൻ്റെ ഏറ്റവും മർമ്മമായിട്ടുള്ള കണ്ടൻറ്റ് അനുതാപമാണ്. ഇപ്പോൾ ഒരു പഴം, ഒരു പേരക്കായ അല്ലെങ്കിൽ ഒരു ആപ്പിളെന്ന് വിചാരിച്ചോ, അതിനകത്ത് മാംസളമായ ഭാഗമാണ് അവൻ പറയണ ഉടമ്പടിയുടെ ഒരു ഭാഗം. അവൻ പറയണത് ചെയ്യുക. പക്ഷെ അതിൻ്റെ കുരു ഉണ്ടല്ലോ, വിത്തില്ലേ, ഉടമ്പടിയുടെ വിത്തെന്ന് പറയുന്ന സംഭവമാണ് അനുതാപമാണ്. അതാണ് ഈ ടൈം ഷോട്ട് ചെയ്യണത്. അതുകൊണ്ടാണ് കള്ളനോട് അവൻ പറഞ്ഞില്ലേ, ഈശോ പറഞ്ഞില്ലേ, കള്ളൻ അനുഭവിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഇന്ന് നീ എൻ്റെ കൂടെ. അപ്പോൾ നാളെ എന്നുള്ള ഇന്നായില്ലേ, നാളെ എന്നുള്ളത് ഇന്നായില്ലേ. സക്കേവൂസിനോട് എന്താ ഈശോ പറഞ്ഞത്? ഇന്ന് നീ എൻ്റെ കൂടെ, ഇന്ന് നിൻ്റെ ഭവനത്തിന് രക്ഷ വന്ന് ഇന്നായി. അപ്പം യോശുവയുടെ പുസ്തകത്തിലെ നാളെയാണ് ഇവിടെ ഇന്നാകണത്. പക്ഷേ ഇന്നാകണത് ടൈം ഷോർട്ട് ചെയ്യണത് എങ്ങനെയാണ്? അനുതാപത്തിലാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് അനുതാപം മേഖലയിൽ ശ്രദ്ധിക്കണമെന്ന് പറയുന്ന കാര്യം. അല്ല, നിങ്ങൾ കുറേ പുണ്യപ്രവൃത്തിയും ചെയ്ത് പല്ലുനേക്കാതെ നടന്നാൽ ശരിയാകത്തില്ല. മനസ്സിലായില്ലേ? കുറേ പുണ്യപ്രവൃത്തിയും ചെയ്ത് നടക്കുമ്പോഴും നമുക്കിപ്പോൾ ഞാൻ അമ്പലപ്പുഴ ഇരുന്നൊരാളാണ്, അമ്പലപ്പുഴ. അപ്പോൾ അവിടെ ആൾക്കാർ പായസം വാങ്ങിച്ചിട്ട് പള്ളി കൊണ്ടുവന്ന് തരും. എല്ലാവരും അല്ല, കുറച്ച് പേരൊക്കെ തരും. എന്ന് വെച്ചാൽ ആ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ, പള്ളിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ അമ്പലപ്പുഴ പായസം. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, അമ്പലപ്പുഴ പായസം നല്ല പായസമാണ്. പക്ഷേ നമ്മളത് കോളാമ്പിലാണ് കൊണ്ടുവന്ന് തരണമെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും? മനസ്സിലായില്ലേ? തുപ്പൽ കോളാമ്പിലാണ് കൊണ്ടുവന്ന് അമ്പലപ്പുഴ പാൽപ്പായസം എന്നുള്ള അവസ്ഥ എന്തായിരിക്കും? നിങ്ങളുടെ പുണ്യപ്രവൃത്തികൾ നിങ്ങളുടെ അഴുക്കേട്ട ജീവിതത്തിലാണ് നിങ്ങൾ വിതരണം ചെയ്യാൻ പോകണമെങ്കിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്തില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങളുടെ പുണ്യപ്രവൃത്തികൾ നിങ്ങളുടെ വൃത്തികെട്ട ജീവിതത്തിലാണ് അത് പങ്കുവെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റീതിങ്ക് ചെയ്യേണ്ടി വരും. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. എൻ്റെ ഉദ്ദേശം ഉടമ്പടിയുടെ പൂർണ്ണ ഫലം എൻ്റെ മക്കൾ അനുഭവിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ കർത്താവിനോട് ഒരു അനുതാപത്തിന് വേണ്ടി ഒരു അപേക്ഷ സമർപ്പിക്കാൻ പറയുന്നതിൻ്റെ കൂടെ വെക്കേണ്ട ഒരു അപേക്ഷയാണ്. നമ്മൾ G4 എന്നൊക്കെ പറയില്ലേ, 4 നമ്പർ 7 എന്നൊക്കെ പറയുന്ന പോലെ ഉടമ്പടിയുടെ കൂടെ വെക്കേണ്ട ഒരു അപേക്ഷയാണ്. എന്താണ്? പ്രാർത്ഥിക്കുക, കർത്താവേ
എൻ്റെ ജീവിതത്തിൽ സമയച്ചുരുക്കം സംഭവിക്കാൻ, എന്റെ ജീവിതത്തിൽ സമയച്ചുരുക്കം സംഭവിക്കുവാൻ, നീ പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ, നീ പെട്ടെന്ന് എന്റെ ജീവിതത്തിൽ ഇടപെടുവാൻ, സുവിശേഷവിഹിതമായി ദൈവത്തിന്റെ പ്രവൃത്തിയായ അനുതാപത്താൽ എന്നെ അഭിഷേകം ചെയ്യണം. അനുതാപത്താൽ എന്നെ അഭിഷേകം ചെയ്യണം. എന്നെ വിശുദ്ധീകരിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. സമാഗതമാ സകലരും അനുദപിക്കുവാൻ, സർവം സമർപ്പിക്കുവാൻ, സകലരുമണഞ്ഞിടുവിൻ. അനുതാപിയെ ചേർത്തണയ്ക്കാൻ, അനുഗമിക്കാൻ ഒരുക്കിടുവാൻ, ആത്മാവിനാൽ നിറച്ചിടുവാൻ, ആഗതനായവൻ വിളിച്ചിടുന്നു, ആഗതനായവൻ വിളിച്ചിടുന്നു. എഴുന്നേൽക്കുക, എല്ലാവരും എഴുന്നേൽക്കുക. എൻ ജീവിതത്തിൻ്റെ സൗഭാഗ്യമേ, എന്നാത്മാവിൻ സായുജ്യമേ, ഒരു നാളിലും പിരിയാത്ത എൻ സ്നേഹമേ, ഓ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരിക്കുക. ഇന്ന് നമ്മൾ കാണുന്നത്, ഇന്നത്തെ ഉടമ്പടി ധ്യാനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഉടമ്പടി നമ്മൾ ഇപ്പോഴും ഏറ്റവും അവസാനമായി വന്നിരിക്കുന്നത് ഉടമ്പടി സിൽവർ ഗ്രേ ആണ്. അങ്ങനെ ഓരോ ബ്രാൻഡ് ചെയ്യുന്നതല്ല. അതായത് ഉടമ്പടി ഒന്നാം വർഷം പൂർത്തിയായിട്ട് ചിലർ രണ്ടാം വർഷത്തിലേക്ക് പുതുക്കി പ്രവേശിക്കാം. അപ്പോൾ അവരെ തിരിച്ചറിയാൻ വേണ്ടിയാണ് നമ്മൾ അവർക്ക് നീല കളറുള്ള ഉടമ്പടി പേപ്പർ കൊടുക്കുന്നത്. ചിലർ ഉടമ്പടി ഒരു അഭിഷേകമായി കിട്ടിക്കഴിഞ്ഞാൽ അവർക്കതൊരു ജീവിത രീതിയായിട്ടൊക്കെ മാറും. അങ്ങനെ സാക്ഷ്യം പറയുന്നുണ്ട് ആൾക്കാർ, ഉടമ്പടി എൻ്റെ ജീവിത രീതിയാണെന്ന്. അപ്പോൾ അതിൽ ഭയങ്കര കൊതിയോടെ ഉടമ്പടിയുടെ തണലിലും സംരക്ഷണത്തിലും അവർ നിലനിൽക്കും കുടുംബസമേതം. അപ്പോൾ അവരൊക്കെ ഉടമ്പടി ഈ ധ്യാനം തന്നെ, ഉടമ്പടി ധ്യാനം ചിലർ 10 മിനിറ്റ് സമയം പോലെ അടുത്ത 10 മിനിറ്റ് വേറെ ദിവസം അങ്ങനെ കൂടും, അതും കുഴപ്പമില്ല. ചിലർ വീട്ടിലെ എല്ലാവരും വരാൻ വേണ്ടി കാത്തിരിക്കും. എന്നിട്ട് ഒരു സമയം ഫിക്സ് ചെയ്തിട്ട് മൊബൈൽ TV കണക്ട് ചെയ്തിട്ട് എല്ലാവരും കൂടി ആ 2.5 മണിക്കൂർ ഇരുന്നാണ് ധ്യാനം കൂടുന്നത്. അങ്ങനെയുള്ള ഫാമിലിയുമുണ്ട്. ഉടമ്പടി വ്യത്യസ്തമായ അഭിഷേകമാണ്. അപ്പോൾ അത് ശരി, ഇത് ശരി, ഇത് തെറ്റ്, അങ്ങനെയൊന്നും അച്ഛൻ പറയണില്ല. ഓരോരുത്തരുടെ ജീവിത രീതികളും അവൻ്റെ സൗകര്യങ്ങളനുസരിച്ച് വ്യത്യസ്തങ്ങളായ അഭിഷേകമാണ് ആൾക്കാർക്ക് കിട്ടണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അങ്ങനെ വരുമ്പോൾ അവരതിൻ്റെ അകത്തിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കത്തില്ല. എന്താ കാര്യം? ഉടമ്പടി ബേസിക്കായിട്ട് നമുക്ക് നൽകുന്നത് പ്രൊട്ടക്ഷനാണ്. പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് സംരക്ഷണം. ഉടമ്പടി ഏറ്റവും വലിയ, ഞാൻ ഇന്നുവരെ സാക്ഷ്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ ഒരു ദിവസം നമ്മളൊക്കെ എല്ലാവരും 20 സാക്ഷ്യം വെച്ച് 10 ദിവസം 200 സാക്ഷ്യം, അങ്ങനെ 1000-600 ഗ്രേഡഡ് സാക്ഷ്യങ്ങളാണ് ഒരു മാസം നമ്മൾ കേൾക്കണത് ഇവിടെ.
അപ്പോൾ ഇതിൽ തന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഓൾമോസ്റ്റ് എല്ലാ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അവസ്ഥകളെയും ഉടമ്പടി അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അത് വലിയൊരു ഭാഗ്യമാണ്. ഞാനീ ശുശ്രൂഷ തുടങ്ങിയത് 84 തുടങ്ങിയതാണ്. ധ്യാന ശുശ്രൂഷ തുടങ്ങിയത് അന്ന് മുതൽ അത് എല്ലായിടത്തും മലയോരങ്ങളിലും ഇപ്പം നമ്മൾ ഇന്നിപ്പോൾ അട്ടപ്പാടി നമ്മൾ വലിയ ഒരു ധ്യാന കേന്ദ്രം നമ്മുടേതുണ്ട്. അത് അച്ഛൻ അവിടെ തുടങ്ങുന്നതിന് മുമ്പ് 93 ഞാൻ അട്ടപ്പാടി പോയി വെളുപ്പിന് ധ്യാനിച്ചിട്ടുണ്ട്. അച്ഛൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നത് 90 അത് ഒരു 2000 അടുത്താണ് അത് തുടങ്ങണമെന്ന് തോന്നണത്. പക്ഷെ 93 ഞാൻ അട്ടപ്പാടി ചെല്ലുമ്പോൾ മൊട്ടക്കുന്നുകളാണ് അവിടെയെല്ലാം. ഇന്ന് കാണുന്ന പച്ചപ്പൊന്നും ഇല്ല. അന്ന് അട്ടപ്പാടിക്കാർ ഇവിടെ വരുമ്പോൾ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് പള്ളിത്തോട്ട് വരുമ്പോൾ പറയണത് ഞങ്ങൾ തീർന്നച്ചാന്ന് പറഞ്ഞു. മുളക് കുടികളെല്ലാം ഉണങ്ങിപ്പോയി, അതുപോലെ തന്നെ ഏലമെല്ലാം ഉണങ്ങിപ്പോയി, കുന്നെല്ലാം മുട്ടക്കുന്നായിപ്പോയെന്ന് പറയും. അപ്പോൾ അവിടെ വന്ന് അപ്പോൾ ഞാൻ കടലോരത്ത് ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി കർത്താവ് മലയോരത്തേക്ക് എന്നെ വിളിക്കുകയാണെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അട്ടപ്പാടി പോയി. വലിയ ഗ്രൂപ്പൊക്കെ ആയിട്ടാണ് പോയത്, 10-16 പേരൊക്കെ ആയിട്ട് പോയത്. അവിടെ കുറേ നാളുകളായിട്ട് ഇന്നിപ്പോൾ നമുക്ക് മഴ മാറാതെ നിൽക്കുന്ന കാരണം നമുക്ക് മഴ തന്നെ ഒരു വലിയൊരു ബാധ്യതയായിട്ട് മാറുകയാണ്. പക്ഷെ അന്ന് അങ്ങനെ അല്ലായിരുന്നു. ഈ 93-92 കാലഘട്ടങ്ങളിലൊക്കെ മഴ കുറവായിരുന്നു. പൊതുവെ മഴ കുറവാണ്. അട്ടപ്പാടിയിൽ മഴ പെയ്തിട്ട് മാസങ്ങളായി. ഏലത്തിനൊക്കെ നമുക്കറിയാമല്ലോ, ഒരു തണുപ്പ് ആ ഒരു അന്തരീക്ഷം കുറഞ്ഞ ഉടനെ അത് മഞ്ഞ നിറം കാണിക്കും. ഉടനെ ഞാൻ ശാന്തമ്പാറ ധ്യാനിപ്പിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ഹെലികോപ്റ്ററിന് മഴ പെയ്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മണിക്കൂറിന് 20,000 രൂപ വെച്ച് മണിക്കൂറിന് 20,000 രൂപ വെച്ച് ശാന്തമ്പാറ ധ്യാനിപ്പിക്കണ 2003-2004 ഘട്ടങ്ങളിൽ. അപ്പോൾ മണിക്കൂറിന് 20,000 രൂപ വെച്ച് ഹെലികോപ്റ്ററിൽ ഏലത്തോട്ടങ്ങളിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, മഴ പെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, കൃത്രിമ മഴ. അപ്പോൾ ഇങ്ങനെ ചില സമയത്ത് ഇതുപോലെ വലിയൊരു ക്ലൈമറ്റ് കാലാവസ്ഥ നമ്മളെ ചതിക്കും. ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. നമുക്ക് ഈ ഭരണമൊന്നും എത്താത്ത കുറേ സ്ഥലങ്ങളുണ്ട്. അത് വലിയൊരു സംഭവമാണ്. ഭരിക്കുന്നവർ വിചാരിക്കും ചിലപ്പോഴേ അവർ പറഞ്ഞ പോലെ അവരുടെ ഒക്കത്താണ് ജനം മുഴുവനൊന്ന്. ആരുടെയും ഒക്കത്തില്ല. കാലാവസ്ഥ എന്ന് പറയുന്ന സംഭവം അല്പം ഒന്ന് ഗതി മാറിയ എല്ലാം അങ്ങോട്ട് മാറണ കാണാം. മൊത്തം മാറും. ഒന്നും നമ്മുടെ കൈപ്പിടി നിൽക്കത്തില്ല. പ്രളയം വരെ ഇപ്പം എല്ലാത്തിനും രക്ഷപ്പെടാൻ വേണ്ടി 2-3 വാക്കുകൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ അധികാരികൾ. ഒന്ന് മേഘവിസ്ഫോടനം, പിന്നെ തീർന്നില്ലേ, എല്ലാ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർ രക്ഷപ്പെടും. മേഘവിസ്ഫോടനമല്ലേ അത്. ഹൈ റേഞ്ചിലെ വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്യണം ഒറ്റ വാക്ക് വെച്ചാൽ മേഘവിസ്ഫോടനം. ഉള്ള പൊട്ടി ജീവിതവും പോയി, വീട് പെരയുടെ ഭൂമിയുടെ അടി ആണ്ടുപോയാലും ഇവർ തടി ഉയരണത് മേഘവിസ്ഫോടനം പറഞ്ഞാൽ. മേഘവിസ്ഫോടനം എന്ന് പറയണത് ഹെവി റെയിനിങ് പണ്ടും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നെപ്പോഴും ഇത് മനസ്സിലാക്കാത്ത രീതിയിലുള്ള അതിൻ്റെ ഇരകളായിട്ടുള്ള ആൾക്കാരെ ശാശ്വതമായി സംരക്ഷിക്കുന്ന നടപടിക്രമങ്ങൾ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന്, അതിൽ അധികാരികൾക്ക് ദൈവികമായ ഒരു ബോധവും ചിന്തയും ഒക്കെ കുറവായത് കാരണം വിശ്വാസികൾക്ക് മാത്രമേ ഈ രാജ്യത്തെ നിലനിർത്താൻ പറ്റത്തുള്ളൂ. കാര്യം പകുതി മുക്കാൽ കാര്യങ്ങളും ദൈവികമായ കാര്യങ്ങൾ, ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മളെല്ലാം വിഷമിക്കുന്ന തീരദേശമൊക്കെ വിഷമിക്കണ എന്താ കാര്യം? മനുഷ്യനിർമ്മിതമായിട്ടുള്ള കോർപ്പറേറ്റ് ദുരന്തങ്ങൾ കൊണ്ട് തീരം ഡിബൗർ വിഴുങ്ങുന്ന സാഹചര്യം ഉണ്ടാക്കി കടലിനെ കൊണ്ട് വിഴുങ്ങി കമ്മീഷൻ അടിച്ചു മാറ്റി തീരത്തെ കടലിലേക്ക് വിഴുങ്ങാൻ വിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ തീരത്ത് നിലനിൽക്കുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിൽ നിങ്ങൾക്കറിയാമല്ലോ, അതായത് ഇത് എന്തുകൊണ്ട് വി ഷുഡ് റിലേ അപ്പോൺ ദി ഫെയ്ത്ത്. ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അധികാരികളെ പ്രതികൂട്ടിലാക്കുകയല്ല, അവർ നിസ്സഹായരാണെന്ന് ഞാൻ പറയുകയാണ്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മളെ സഹായം കർത്താവിൻ്റെ നാമത്തിൽ. അതെപ്പോഴും നമ്മൾ സങ്കീർത്തനം മാത്രം പാടിയാൽ പോരാ,
അത് ഹൃദയം കൊണ്ട് മനസ്സിലാക്കണം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നീ വരൂ ദിവ്യകാരുണ്യമേ, നീ വരൂ ദൈവകാരുണ്യമേ, നീ വരൂ ദിവ്യകാരുണ്യമേ. ഒരുമിച്ച് സന്തോഷത്തോടെ പാട്. നീ വരൂ ദൈവകാരുണ്യമേ, ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ, ജീവിതം നിന്റെ കാരുണ്യമേ,